വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെ. എലിസബേത്ത് യഥാകാലം ഒരു പുത്രനെ പ്രസവിച്ചു. ദൈവം അവളോടെ മഹാകരണം ചെയ്തിരിക്കുന്നതായി കേട്ട് അയൽക്കാരും ചാർച്ചക്കാരും അവളോടൊപ്പം സന്തോഷിച്ചു. 8-ാം ദിവസം കുട്ടിക്ക് പരിച്ഛേദന കർമ്മം ചെയ്യുവാൻ അവർ വന്നു. പിതാവിന്റെ പേര് പോലെ അവനെ സക്കറിയ എന്ന് പേരിടുവാൻ ആലോചിച്ചു. അപ്പോൾ അവന്റെ മാതാവ് അവരോട്, അങ്ങനെയല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ, ഈ പേരുള്ള ഒരുവനും നിങ്ങളുടെ സ്വജനങ്ങളിൽ ഇല്ലല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവനെ എന്ത് പേരിടുവാൻ ഇച്ഛിക്കുന്നുവെന്ന് അവന്റെ പിതാവിനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. സക്കറിയ ഒരു എഴുത്തുപലക ചോദിച്ചു വാങ്ങി അവന്റെ പേര് യോഹന്നാൻ എന്നെഴുതി. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഉടൻ തന്നെ അവൻ വായു തുറന്ന് സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവരുടെ അയൽക്കാരെല്ലാവരും സംഭ്രമിച്ചു. യഹൂദിയയിലെ മലനാട്ടിലെങ്ങും ഈ കാര്യങ്ങൾ സംസാര വിഷയമായി. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തു. ദൈവത്തിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്നാൽ അവൻ തന്റെ ജനത്തെ സന്ദർശിക്കുകയും രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളിൽ നിന്നും സകല വിരോധികളുടെ കയ്യിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതാണെന്ന് ആദ്യം മുതലുള്ളതായതിന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം വലിയ പോലെ തന്റെ ദാസനായ ദാവീദിന്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അവൻ കരുണ ചെയ്യുകയും നാം നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ആയുഷ്കാലം മുഴുവനും നീതിയോടും ന്യായത്തോടും തിരുമുമ്പിൽ നിർഭയം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കൃപ നൽകുകയും ചെയ്തിരിക്കുന്നു. തന്റെ വിശുദ്ധ നിയമങ്ങളും നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്തിട്ടുള്ളതായ വാഗ്ദാനങ്ങളും അവൻ ഓർത്തിരിക്കുന്നു. ശിശുവേ, നീ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാൻ നീ അവന് മുമ്പേ പോകും. പാപമോചനം മൂലമുള്ള രക്ഷയെക്കുറിച്ച് അവന്റെ ജനത്തിന് അറിവ് നൽകുവാൻ തന്നെ. അങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യ അതിരേകത്താൽ ഉന്നതത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കും. സമാധാന മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കപ്പെടും. ശിശു വളർന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ ഇസ്രായേലിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നാൾ വരെ വിജന പ്രദേശത്തെ വസിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, സ്ത്രീകളും ജനിതകളിലേക്കും മഹാനെന്ന കർത്താവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ള യോഹന്നാൻ സ്നാപകന്റെ ജന്മദിനം ആഘോഷിപ്പാൻ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യകരമായ ദിവസത്തിന് കർത്താവിന് നന്ദി പറയാം. ഇന്ന് എല്ലാ ഞായറാഴ്ചകളിലെ പോലെ തന്നെ ഇന്നും ആരാധന നടക്കുന്ന എല്ലായിടങ്ങളിലും നമ്മുടെ സഭയിലെ എല്ലാ പള്ളികളിലും യോഹന്നാൻ സ്നാപകന്റെ ജനനം ആഘോഷിക്കുന്നു. ഈ ജന്മദിവസത്തിൽ നമ്മൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പല വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കുകയുണ്ടായി. ആ തിരുവചനങ്ങൾ നമുക്ക് തരുന്ന സന്ദേശങ്ങളൊന്നുമില്ലാവണം. അപ്പം നമുക്ക് വളരെയധികം പ്രത്യാശ നൽകുന്ന ഒത്തിരി സന്ദേശങ്ങൾ ഇന്ന് വായിച്ച വേദഭാഗങ്ങളിലുണ്ട്. യോഹന്നാൻ സ്നാപകന് നമ്മളോട് എന്താണ് പറയാനുള്ളത്? യോഹന്നാൻ സ്നാപകന്റെ പിതാവായിരുന്ന സക്കറിയ പുരോഹിതന് എന്താണ് നമ്മളോട് പറയാനുള്ളത്? അവർ പറയുന്ന കാര്യം അനുസരിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയ സ്ഥാനം തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ദൈവരാജ്യത്തിലെ രാജാവ് നമുക്ക് തരാമെന്ന് പറഞ്ഞതെല്ലാം നമ്മൾ ആർജിച്ചിട്ടുണ്ടോ? യോഹന്നാൻ സ്നാപകന് പറയാനുള്ള കാര്യം ഇതാണ്: ഞാൻ ജന്മം കൊണ്ട് നിങ്ങളെക്കാൾ കേമനാണ്, പക്ഷെ രണ്ടാം ജനനം കൊണ്ട് നിങ്ങൾ എന്നേക്കാൾ കേമരാകുവാൻ കൃപായുഗം ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഞാനോ പറയണം, അവനോ വളരണം എന്ന് പറഞ്ഞ മനോഭാവം നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ. ഞാൻ പറഞ്ഞോ, നിങ്ങൾ വലുതാകുന്ന കാണുന്ന എൻ്റെ സന്തോഷം. ആ യോഹന്നാൻ സ്നാപകൻ ഇന്നും നമ്മളോട് പറയാനുള്ള ഇതാണ്: ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കുറയപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളാണ്. ഞാൻ കുറഞ്ഞോളാം, പക്ഷെ നിങ്ങൾ വലിയവരാകണം. അപ്പോൾ സ്വർഗത്തിലെ രാജാവിൻ്റെ രാജ്ഞിയാകുവാനുള്ള വലിയ വിളി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കല്യാണം ഒന്ന് നടക്കുന്ന കണ്ടാൽ മതി. ആ കല്യാണത്തിൽ ആ മണവാളിനോടൊപ്പം മണവാട്ടിയായി നിങ്ങൾ ശോഭിക്കുന്ന കണ്ട് ആ രാജ്യത്തിലെ ഒരു തോഴൻ എന്ന നിലയിൽ
ആ മണവാട്ടിയെ ഒരുക്കിയ ആളെന്ന നിലയിൽ, മണവാളനെ ഒരുക്കിയ ആളെന്ന നിലയിൽ എനിക്ക് പിതാവ് തന്ന ആ സ്ഥാനം മാത്രം മതി. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സ്ഥാനം നിങ്ങൾക്ക് എങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും? കൃപായുഗം നീട്ടി തന്നിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതായ സന്ദേശത്തിൽ ഇന്നലെയും ഇന്നുമായി നമ്മൾ കേട്ടതായ സന്ദേശങ്ങൾ ഈ ദിവസത്തിൽ പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായമാണ്. 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലെ പ്രവചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായ ഒന്നാണ്. ഈ യോഹന്നാൻ സ്നാപകൻ നമ്മളോട് ചോദിക്കുന്നത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് തൻ്റെ പരിശുശ്രൂഷ വേളയിൽ പറഞ്ഞൊരു പ്രസ്താവന നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. യോഹന്നാൻ 11-ന്റെ വാക്യങ്ങളിൽ സ്ത്രീകളെന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല, എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാകുന്നുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുന്നു, ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ സ്നാപകന് പറയാനുള്ള കാര്യം എൻ്റെ കാലം മുതൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ പിശാചിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ തരുവാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പ്രാണന്റെ നഷ്ടം, നമ്മുടെ പ്രാണനെ അഭിവരിച്ച ഭൂതങ്ങളുടെ കയ്യിൽ അതിനെ പിടിച്ച് വലിച്ചെടുത്ത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് കർത്താവിൻ്റെ മണവാട്ടിയെ സൃഷ്ടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പ്രാണനും കൂടെ പങ്കുകാരാകാൻ വേണ്ടിയുള്ള ഒരു ബലപ്രയോഗം നടത്താനുള്ള വാതിൽ തുറന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് ഇതുവരെ ചെയ്തോന്നാണ് ഈ യോഹന്നാൻ ചോദിക്കുന്നത്. ഈ ബലപ്രയോഗത്തിൻ്റെ ആവശ്യം എന്താണ്? നമ്മുടെ അവകാശം ഒരു കള്ളൻ തട്ടിക്കൊണ്ട് പോയാൽ വെയ്യടാ അവിടെ ഇതെൻ്റേതാ, നിന്നോട് ആരും നിൽക്കാന്ന് പറഞ്ഞാൽ കള്ളൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കണമെന്നാണ് പറയുന്നത്. ദൈവം നമുക്കിരിക്കുന്ന അവകാശങ്ങൾ അത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിച്ചോണെന്ന് കർത്താവ് പറയുന്നുണ്ട്. നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷിക്കുക പിതാവ് നമുക്ക് തരാമെന്ന് പറയുന്നതും മാറ്റിയിട്ടിരിക്കുന്നതുമാണ്. നമുക്ക് തരാതിരിക്കുവാൻ തക്കവണ്ണം കള്ളനായ പിശാച് പല വിധത്തിൽ അത് അപഹരിച്ചുകൊണ്ടിരിക്കുന്നു, അത് അടഞ്ഞു വെച്ചിരിക്കുന്നു. അത് അന്യായമാണ്, അത് അനീതിയാണ്. നമ്മുടെ അവകാശബോധത്തോടെ, നീതിബോധത്തോടെ കള്ളനെ തുരത്തി മാറ്റിയതിന് ശേഷം അവൻ അപഹരിച്ച് മുഴുവൻ പിടിച്ചു മേടിച്ച് അത് യഥാസ്ഥാനത്ത് സൂക്ഷിച്ചു വെക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ സ്നാപകൻ നമ്മളോട് പറയുന്നത്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ജനങ്ങൾക്ക് അനുതാപം ഉണ്ടായോ, സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, പിശാച് പറയുന്നതാണല്ലോ ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ ചെയ്യുന്നത് അന്യായമായി പോയല്ലോ, സ്വർഗത്തിലെ പിതാവിൻ്റെ വകയാണല്ലോ ഞങ്ങൾ, ആ പിതാവിൻ്റെ പുത്രനായ ആ യേശുക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങേണ്ടതായിരുന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ വേഗം ഒരുങ്ങേ, വേണ്ട എന്നെക്കാൾ വലിയവന് പുറകെ വരുന്നുണ്ട്, അവന് വേണ്ടിയാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, നിങ്ങളിപ്പോൾ ആരുടെ കയ്യിലായിരിക്കുന്നത്, നിങ്ങളെ ശത്രു തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങളെന്നാ മിണ്ടാതിരുന്നാൽ മോഷണത്തിന് കൂട്ടുനിന്നെന്ന് വരും, നിങ്ങൾ പ്രതിഷേധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കപ്പെടും, കള്ളന് അപഹരിച്ചുകൊണ്ട് പോകും, അപഹരിച്ചെങ്കിൽ അത് തിരിച്ചു വാങ്ങിച്ചോണം എന്നുള്ളതായ വലിയ സന്ദേശം കേട്ടപ്പോൾ കേട്ടവർ കരയാൻ തുടങ്ങി. അയ്യോ ഞങ്ങൾ ചെയ്തത് അന്യായമായി പോയി, അതുകൊണ്ട് ഞങ്ങൾ അനുദപിക്കുന്നു എന്ന് പറഞ്ഞവര് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. അനുദപിച്ചതിന് ശേഷം പറയാ, കാര്യം തീർന്നില്ല, നിങ്ങളെ ഞാനൊന്ന് കഴുകി വിട്ടെന്നേ ഉള്ളൂ, ഈ യേശുവിനെ സ്വീകരിച്ച് ആ യേശു പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവം കൊണ്ട് നടത്തുന്ന സ്നാനം കൂടെ വാങ്ങിക്കണം. ഇത് അനുതാപത്തിന്റെ കണ്ണുനീരാണ്, അനുതാപത്തിന്റെ സ്നാനമാണ്. അതുകൊണ്ട് മാത്രമായില്ല, അവൻ്റെ അടുത്തേക്ക് പോകാൻ മാത്രം നിങ്ങൾ പാപക്കുഴിയിൽ കിടന്നവരെ നിങ്ങളൊന്ന് പൊക്കിയെടുത്തൊന്ന് കുളിപ്പിച്ചങ്ങോട്ട് വിടുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒടേക്കാരൻ്റെ അടുത്തേക്ക് ഞാൻ കുളിപ്പിച്ച് വിടുക, നിങ്ങളെ ഒടേക്കാരൻ്റെ അടുത്ത് ചെന്ന് അവൻ്റേതായിത്തീരണം എന്നുള്ളതായ സന്ദേശം കേട്ടാണ് ഈ യോഹന്നാന്റെ ശിഷ്യൻ ആയിരുന്നവരൊക്കെ ഇതാ ലോകത്തിന്റെ പാപത്തെ വയ്ക്കുന്ന കുഞ്ഞാടെന്ന് കേട്ടപ്പോൾ ഈ യോഹന്നാനെ ഇട്ടേച്ച് ഉപേക്ഷിച്ചിട്ട് യേശുവിനെ സ്വീകരിക്കുകയായിരുന്നു. അത് യോഹന്നാന് വളരെ സന്തോഷമായിരുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങളെ വേഗം പൊക്കൂ, ഈ ആളെ കാണുന്നിടം വരെ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടി എനിക്കുണ്ടായിരുന്നുള്ളൂ, എൻ്റെ ചുമതല കഴിഞ്ഞല്ലോ. ഈ ലോകത്തിന്റെ പാപത്തെ വയ്ക്കുന്ന കുഞ്ഞാടിന്റെ സ്വന്തമാകാൻ വേണ്ടി പിതാവ് നേരത്തെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചതാ, ഞാൻ നിങ്ങളെ പരിശീലിപ്പിച്ചത്. തേട്ട് പോകുന്ന ആളുടെ വകയാ നിങ്ങൾ, ഞാൻ അതുവരെ നിങ്ങളെ സൂക്ഷിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒടേക്കാരൻ്റെ അടുത്തേക്ക് ഈ ശിഷ്യരെ പറഞ്ഞു വിട്ടപ്പോൾ യോഹന്നാൻ ഭയങ്കര സന്തോഷം, എൻ്റെ ഭാരം തീർന്നല്ലോ, എൻ്റെ ചുമതല കഴിഞ്ഞല്ലോ, അവർ യഥാസ്ഥാനപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ്. നമുക്കങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടോ? നമ്മുടെ കിട്ടിയിരിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും ദൈവത്തിൻ്റെ വകയാണ്, സ്വർഗീയ മണവാളനായ യേശുവിൻ്റെ വകയാണ്. അവനെ ചൂണ്ടിക്കാണിച്ചത് അവൻ്റേതാണെന്ന് ആരെങ്കിലും പറഞ്ഞു വിടാറുണ്ടോ?
ഈ യോഹന്നാൻ കാണിച്ച അതേ മാതൃകയിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ച് യേശുവിന് മണവാട്ടിയായിട്ട് വിവാഹം ചെയ്യപ്പെട്ടവരാണ്, അവനാണ് നിന്റെ ആള്, ഞങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങളേലും മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? മക്കളോട് എന്നും പറയണം, സ്വർഗത്തിലെ പിതാവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, പുത്രന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, ഞങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ, ഞങ്ങളും ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, നിങ്ങൾ എത്രയും വേഗം ആളുടെ അടുത്ത് പൊക്കോണം, ഇതാ അവൻ ഇവൻ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചോണം. പള്ളി വരുമ്പോൾ ആ തോണോസിലേക്ക് ചൂണ്ടിക്കാണിച്ചാൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് നോക്ക്, അവൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞ് മക്കളെയും ഭാര്യയും ഭർത്താവിനെയും ബന്ധുക്കാരെയും സ്വന്തക്കാരെയും എല്ലാം ഒടയക്കാരൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന ആ ചുമതല യോഹന്നാൻ ചെയ്ത പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് മഹാ അന്യായവും അനീതിയുമാകും, അവർ തന്നെ നമുക്കെതിരാകുകയും ചെയ്യും. കൃത്യസമയത്ത് അവരെ കൊടുത്തില്ലെങ്കിൽ ഒടയക്കാരൻ വന്ന് വലിച്ചു പറിച്ചുകൊണ്ടങ്ങ് പോകും. അപ്പോൾ കിടന്ന് കരയേണ്ടി വരും. ആ ഗതികേട് വരാതിരിക്കണമെങ്കിൽ ഒടയക്കാരനെ എത്രയും വേഗം ഏൽപ്പിച്ചോണം. ആ ഒടയക്കാരനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതികൂലവും കിട്ടും. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം നമ്മളിന്ന് കണ്ടു. മോശക്കുഞ്ഞിൻ്റെ പെങ്ങള് സ്വന്തം അമ്മയുടെ കയ്യിൽ തന്നെ കൊണ്ട് കൊടുത്ത് പാൽ കുടിപ്പിക്കാൻ. പക്ഷെ രാജകുമാരി ഇതറിയുന്നില്ല. ഏതോ ഒരു സ്ത്രീ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ വിഷമിക്കുന്ന കാലത്ത് രാജകുമാരിക്ക് വേണ്ടിയാണ് ഈ മോശയ്ക്ക് പാല് കൊടുത്ത് വളർത്തുക. സ്വന്തം അമ്മ തന്നെയാണെന്നുള്ള കാര്യം രാജകുമാരിക്ക് മറച്ചു വെച്ചു. അങ്ങനെ സ്വന്തം മകന് പാല് കൊടുത്തതിന് ശമ്പളം കിട്ടിയ ഒരമ്മയുണ്ടെങ്കിൽ അതാരാ? മോശയ്ക്ക് മാത്രമേ. മോശയുടെ അമ്മയ്ക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടിയുള്ളൂ. അങ്ങനെ ആ മോശയ്ക്ക് അവരുടെ അമ്മയ്ക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞ് കൊല്ലപ്പെടേണ്ടതായിരുന്നു. അനേക കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട ഈ കുഞ്ഞും ചാകേണ്ടതായിരുന്നു. ദൈവം അത്ഭുതമായി അതിനെ രക്ഷിച്ചു. അതിനെ ആ രാജകുമാരി സ്വന്തം മോനായി സ്വീകരിച്ചു. രാജകുമാരിക്ക് വേണ്ടി ഞാനതിനെ വളർത്തി പാലുകൂടി മാറി ഇപ്പോൾ കൊടുത്തത് എൻ്റെ പിടിച്ചു, ശമ്പളവും വാങ്ങിച്ചു. എന്താ? അതാണ് നീതി എന്ന് പറയുന്നത്. അപ്പൊ രാജകുമാരിക്ക് വേണ്ടി മോശയുടെ അമ്മ മോശയെ വളർത്തിയ പോലെയാണ് നിങ്ങളുടെ മക്കളെ ദൈവം നിങ്ങൾ വളർത്തുക. നിങ്ങൾ പ്രസവിച്ചതാണെങ്കിലല്ല, നിങ്ങളുടെ അല്ല. ആ ബോധം വേണം. അത് ആരുടെ വകയാ? ദൈവത്തിന്റെ വകയാ എന്ന് കൊടുക്കാൻ 8-ാം ദിവസം തന്നെ സമർപ്പിക്കുക, 40-ാം ദിവസം സമർപ്പിക്കുക, മാമോദിസയായിട്ട് സമർപ്പിക്കാം. ഇതാ ഞങ്ങൾക്ക് വളർത്താൻ തന്ന കൊച്ചിനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പാലുകൂടി മാറുമ്പം പിന്നെയും സമർപ്പിക്കുക. പ്രായപൂർത്തിയായി ആ ഓരോ ഘട്ടങ്ങളിലും അവരെ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. കൃത്യസമയത്ത് അവർ യഥാസ്ഥാനപ്പെടും. അവർ മഹാന്മാരാകുന്നത് കാണാൻ സാധിക്കുന്നതായി ഓർപ്പിക്കുകയാണ്. ഈ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടോ? യോഹന്നാൻ നമുക്ക് തരുന്ന ഉൾക്കാഴ്ച അതാണ്. യോഹന്നാനെ കുറിച്ച് പഠിക്കുന്ന ദിവസം വേദോത്സവം നമുക്ക് തരുന്ന സന്ദേശം അതാണ്. നമ്മൾ ആരുടെ ആണെന്നും ആരുടെ അല്ലെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ദൈവം തന്നിരിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും ആരുടെ വകയാണ്? എന്തിനാണ് അവരെ തന്നത്? അവരെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ നീതിബോധത്തോടെ അവരെ കൈകാര്യം ചെയ്താൽ അവരെല്ലാം നമുക്ക് പ്രയോജനമുള്ളവരായി തീരും എന്നുള്ള കാര്യം ഇതാ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നു. ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മ ഇവിടെ നടത്തുമ്പോൾ ഞാൻ ഈ കാര്യം ഓർക്കുകയാണ്. 22-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, കുഞ്ഞേ നീ മൂത്ത പുത്രനാണ്, കടിഞ്ഞൂൽ പുത്രനാണ്, ദൈവത്തിൻ്റെ വകയാണ്, ഗർഭത്തിലെ നമ്മൾ രണ്ടും കൂടെ ചാകേണ്ടതായിരുന്നു, അതുപോലെ പിശാച് നമ്മളെ ആക്രമിച്ചതാണ്, മരണതുല്യമായ പ്രശ്നങ്ങളും പരീക്ഷകളും വന്നപ്പോൾ എൻ്റെ അമ്മ വല്യമ്മ വയറേ തൊട്ടുകൊണ്ട് നേർച്ച നേർന്നതാണ്, ഈ കുഞ്ഞിനെയും തള്ളേയും രക്ഷിക്കണമേ, ഈ കുഞ്ഞിനെയും തള്ളേയും രക്ഷിക്കുകയാണെങ്കിൽ രക്ഷിച്ചിട്ട് ആ പൈതലിനെ ദൈവവേലയ്ക്ക് വിട്ടേക്കാം, ദൈവത്തിന് സമർപ്പിച്ചേക്കാം, മാതാവിന് അടിമ വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ആ വാക്ക് കേട്ട് ആ കുഞ്ഞും തള്ളേയും രക്ഷപ്പെട്ടോ. ആ കാര്യം അമ്മ എന്നെ ഓർപ്പിച്ചു, നീ നിന്റെ വകയല്ല, എൻ്റെ വകയല്ല, ഞങ്ങളുടെ ആരുടെയും ദൈവത്തിൻ്റെ വകയാണ്. ഗർഭത്തിലെ മരിച്ചു പോകേണ്ട ഒരു പൈതലായിരുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഏകമധ്യസ്ഥനായ യേശു അനുഗ്രഹം മാതാവിൽ കൂടെ തന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 22-ാമത്തെ വയസ്സിൽ ദൈവവേലയ്ക്കായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. യഥാസ്ഥാനപ്പെട്ട് ഞാൻ 22 വയസ്സ് വരെ വളർത്തി. ഇനി ഇത് അവിടെക്കാരനെ ദൈവമേ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, നിന്റെ വേലയ്ക്ക് ഞാൻ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പനത് മനസ്സിലായില്ലെങ്കിൽ അപ്പനെ പറഞ്ഞു മനസ്സിലാക്കി. അവൻ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയെങ്കിലും തിരികെ വന്നപ്പോൾ ഇത് പറഞ്ഞു മനസ്സിലാക്കി, കടിഞ്ഞൂലല്ലേ, ദൈവത്തിന്റെ വകയല്ലേ, അവൻ പൊക്കോട്ടെ, നമ്മുടെ കാര്യം ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് ആ അപ്പനെയും കൂടെ ബോധ്യമാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഗുണമായി ഇപ്പം ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. അങ്ങനെ നമ്മൾ യഥാസ്ഥാനപ്പെടാമെങ്കിൽ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാമെങ്കിൽ, ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ നോക്കിയാവുന്ന കണ്ട് ആനന്ദിക്കാൻ സാധിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. 6 വർഷം മുമ്പ് അമ്മ മരിക്കുന്ന ആ മരണ നിമിഷത്തിൽ ഞാൻ ഗോവായിലായിരുന്നു. സുവിശേഷ വേലയ്ക്കായി ഗോവായിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയുടെ സൈഡ് റൂമിൽ ആയിരിക്കുമ്പോഴാണ് അമ്മയുടെ അത്യാസന്ന നിലയെക്കുറിച്ച് എൻ്റെ സഹോദരൻ എന്നെ വിവരം അറിയിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഫോണിൽ കൂടെ സംസാരിച്ചു. 69-70 സങ്കീർത്തനം വായിച്ച് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു.
അങ്ങനെ അന്ത്യനിമിഷത്തിൽ ഫോണിൽ കൂടെയാണെങ്കിലും ആത്മാവിൽ ബന്ധപ്പെട്ട് അമ്മയെ ഒരിക്കൽ സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ സാധിച്ചു. അമ്മയ്ക്ക് ഞാൻ കൂടെ ഇല്ലായിരുന്നതിൽ വളരെ സന്തോഷമായിരുന്നു. നീ ദൈവത്തിൻ്റെ വകയാണ്, ദൈവം വിളിച്ചതിലൊക്കെ പോകണം, പറഞ്ഞിടത്തൊക്കെ പോകണം. എനിക്കല്ല ഒന്നാം സ്ഥാനം, ദൈവത്തിനാണെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് അമ്മയുടെ മരണസമയത്ത് ചെയ്യേണ്ട ശുശ്രൂഷകൾ വളരെ നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ സുവിശേഷ വേലക്കിടയിൽ വീട്ടിൽ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ചില രാത്രികൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മരണസമയത്തെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി, മരണസമയത്ത് ഒരു മകൻ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ശുശ്രൂഷകളെല്ലാം നേരത്തെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്നേരം ദൈവാത്മാവ് പറഞ്ഞതാണ് മരിക്കുന്ന സമയത്തെ കൂടെ ഉണ്ടായിരിക്കാൻ സാധിക്കില്ല, അപ്പോൾ ദൈവം പറഞ്ഞ വേറെ സ്ഥലത്തായിരിക്കും, അതുകൊണ്ട് അതൊക്കെ നേരത്തെ ചെയ്തോളാൻ പറയും. അപ്പം മരണസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്യാനൊക്കെ എന്നുള്ള കാര്യം കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാവോ? മഗ്ദലന മറിയം തൈലം പൂശിയപ്പം ശിഷ്യന്മാരെ കളിയാക്കി, ഇതെന്തിനാ, ഇതിന് അനാദിഷ്ട ജലമല്ലേ? അവ കർത്താവ് പറഞ്ഞു, ഇവൾക്ക് ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ കാലേ പൂശാനോട് കൊണ്ടൊരു ഒക്കുകയില്ല, അതിനുമ്പോൾ ഞാൻ എഴുന്നേറ്റങ്ങ് പോകും. മഗ്ദലന മറിയാമേ അതിരാവിലെ സുഗന്ധവർഗമൊക്കെ ആയിട്ട് പോയി ചെന്നപ്പോഴത്തേക്ക് ആളിനെ കണ്ടോ? അതിനുമുമ്പ് ഇവർത്തെഴുന്നേറ്റങ്ങ് പോയി. അപ്പൊ അവൾക്ക് അങ്ങനെ കാര്യം സാധിച്ചില്ല. അതിന് പകരം നേരത്തെ ഞാൻ അവസരം കൊടുത്തതാണ്, അവൾ ഊശിക്കോട്ടെ. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണസമയത്തെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും, സ്വീകരിക്കാൻ സാധിക്കും, കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കർത്താവ് പഠിപ്പിച്ചൊരു പാഠമാണ്. ആ കാര്യം കർത്താവ് എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു, മരിക്കുന്ന സമയത്ത് ഈ മോൻ കൂടെ കാണുകയില്ല, നേരത്തെ കൊടുക്കാനുള്ള വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി രാത്രിയിൽ മരണസമയത്തെ പ്രാർത്ഥന ചൊല്ലി യാത്ര പറഞ്ഞിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് ഒരു പരിഭവമില്ല, വളരെ സന്തോഷം. എൻ്റെ മരണസമയത്ത് എൻ്റെ മകൻ ഗോവായിൽ സുവിശേഷ വേല ചെയ്തല്ലോ, എന്നെക്കാളധികം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സുവിശേഷകനായ എൻ്റെ മകൻ പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടെയാണ് കടന്നുപോയത്. അമ്മ ഇപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ കുർബാനയും എന്നോട് വരുന്നുണ്ട്, എല്ലാ ഇടങ്ങളിലും എന്നെ സഹായിക്കാൻ വരുന്നു. 100% പ്രാണൻ യേശുവിലാക്കിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരമ്മച്ചിയെ കാണാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാനിടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. വേറൊരു വചനം കൂടെ നോർത്തി ആക്കിയിരിക്കുകയാണ്. യേശുവിന് വേണ്ടി മാതാപിതാക്കളെ ഉപേക്ഷിച്ചാൽ 100 മടങ്ങ് അപ്പനെയും അമ്മയും സഹോദരങ്ങളെ തരാമെന്ന് പറഞ്ഞ് ഞാൻ വീട് വിട്ട് ഇറങ്ങിയിട്ട് എത്ര കൊല്ലായെന്ന് 22 വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായി, ഇപ്പം 71. എത്ര കൊല്ലായി? ഇത്രയും വർഷത്തിനിടയിൽ ലോകം മുഴുവനും അമ്മമാരും അപ്പന്മാരും പെങ്ങന്മാരും ആങ്ങളമാരും ആകും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ സ്വന്തം അപ്പനെ പോലെ അമ്മയെ പോലെ സഹോദരനെ പോലെ സഹോദരനെ സ്നേഹിക്കുന്നവരെ ഇന്റർനെറ്റിലൂടെയും ഫോണിലൂടെയും നേരിട്ടും അല്ലാതെ കാണുന്നതെല്ലാം ഉണ്ട്. അക്ഷരാർത്ഥത്തിൽ കർത്താവിൻ്റെ മുഖമേറ്റം കൂടി യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ കർത്താവിൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി, വേണ്ടതെല്ലാം വേണ്ടത് കാണും. 3 പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോഴും മലേഷ്യയിൽ, സിംഗപ്പൂരിലെ, കൊലാലംപൂരിലെ, ഇന്ത്യയിലെ സിറ്റികളിലൊക്കെ തന്നെ യേശുവിൻ്റെ മുഖം വെച്ചുകൊണ്ട് കൂടെ ഇങ്ങനെ പോയാൽ മതി, വേണ്ടതെല്ലാം അവിടെ കാണും. അവിടെയെല്ലാം സ്വന്തം അപ്പനെയും അമ്മയും പോലെയുള്ളവരെ വീട് തുറന്നു തരിക. അച്ഛനോട് താമസിച്ചു, ഞങ്ങളുടെ സ്വന്തം പോലെ ഞങ്ങൾക്ക് തോന്നുന്നത്. എല്ലാ സൗകര്യങ്ങളോട് ചെല്ലുന്നിടത്തെല്ലാം ദൈവവേല ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നാണ് ഈ 71 വയസ്സ് വരെ ജീവിച്ചെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ആ വചനം 100% സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നമ്മൾ യേശുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാമെങ്കിൽ 100 മടങ്ങ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഭൂമിയിൽ വെച്ച് തരാമെന്നല്ല, ചത്തതിന് ശേഷമല്ല, ഈ ഭൂമിയിൽ വെച്ച് തന്നെ യേശുവിന് വേണ്ടി ഉപേക്ഷിച്ചതിൻ്റെ 100 മടങ്ങ് തന്നിട്ടേ നമ്മൾ എടുക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ ഉപേക്ഷിച്ചതായ വസ്തുക്കൾക്ക് പകരമാണ് ഇവിടെ കുറേ വസ്തു ഉണ്ടായി. 60 സെന്റ് സ്ഥലം എനിക്ക് അവകാശം ഉണ്ടായിരുന്നു. എന്താ അങ്ങനെയാണെങ്കിൽ എത്ര ഏക്കർ കിട്ടണം? 60 സെന്റിന് 100. അപ്പം 60 സെന്റിന് 100 മടങ്ങ് എത്രയാ? ഏക്കറുകൾ കണക്ക് സ്ഥലം എനിക്ക് കർത്താവ് കരുതിയിട്ടുണ്ട്. ഇപ്പം ഇത്ര ആയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ മരിക്കുന്നതിനും പറഞ്ഞു, ഇവിടെയുള്ളത് നിനക്ക് വേണ്ടായിരുന്നല്ലോ, നിനക്ക് പകരം അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞു. അമ്മയും കൂടെ പറഞ്ഞിട്ട് അമ്മയുടെ കാര്യം പ്രകാരമാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. ഇത് തീർന്നിട്ടില്ല, ഇനി ഏക്കർ കണക്കിന് വരാം. ഒന്നെങ്കിലും കർത്താവ് പറഞ്ഞ വാക്ക് പൂർത്തിയാവുള്ളൂ. 1 ഏക്കറോ 60 സെന്റോ നമ്മൾ യേശുവിന് വേണ്ടി ഉപേക്ഷിച്ചാൽ 100 കണക്കിന് സ്ഥലങ്ങളും കെട്ടിടങ്ങളും ദൈവം നമുക്ക് കരുതിയിട്ടുണ്ട്. അതുപോലെ ദൈവം വിശ്വസനാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇങ്ങനെയൊരു നല്ല ദൈവം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? ആ നല്ല ദൈവത്തെ സാക്ഷിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരെല്ലാവരും ഈ കാര്യം അവിടെ ചെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവ നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് ധൂപം വയ്ക്കാൻ പോവാണ്. അവിടെ എഴുതി എത്തിച്ചു വെച്ച് ധൂപം വെച്ച് അവരെ നമ്മൾ വിളിച്ചു വരുത്തി. അവർ വാങ്ങിപ്പോയതിന് ശേഷം ആത്മലോകത്ത് ചെന്ന് കഴിഞ്ഞാണ് ഈ കാര്യങ്ങൾ മനസ്സിലായി. അയ്യോ, ജീവിച്ചിരുന്നപ്പോൾ യേശുവിന് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളുടെ മക്കളെ ശരിക്കും വളർത്തിയോ? ആ കുറ്റബോധം അവർക്കുണ്ട്. അവരുടെ കുറ്റബോധം പരിഹരിച്ചിട്ട് അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം യേശുവിന് വിട്ടുകൊടുക്കാമെങ്കിൽ അവർ രക്ഷപ്പെടുന്നതിന് നമ്മളോടെ ആയിരിക്കും. നമ്മൾ വന്നിരിക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് ഓർത്തോട് ധൂപം വയ്ക്കുകയാണ്.
അവർക്കെല്ലാം ആശ്വാസം കിട്ടട്ടെ. നമ്മളിലൂടെ അവരിനി വളരട്ടെ. അവർ നമ്മളെ വഹിച്ചുകൊണ്ട് നടന്നതിൻ്റെ ക്ഷീണം അവരനുഭവിച്ചെങ്കിൽ അവരെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ക്ഷീണം നമുക്കും അനുഭവിക്കാം. അങ്ങനെ അന്യോന്യം കൊടുത്തും വാങ്ങിച്ചും തലയാകൃഷ്ണം വളരുവാൻ ഇപ്പോൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ധൂപം വെച്ച് സുവിശേഷം നമ്മളിലൂടെ അന്വർത്ഥമാകുവാൻ, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വഴിയൊരുക്കുവാൻ, ഞാനോ കുറയണം അവനോ വളരണം എന്ന് പറഞ്ഞ മനോഭാവത്തിൽ വഴിയൊരുക്കിയിരിക്കുന്നതായ ആ യോഹന്നാന്റെ വിജയരഹസ്യം എന്നോട് എന്താണെന്നുള്ളത് ഈ ജനന ദിവസം പറഞ്ഞ ഒരു വചനം കൂടെ നിങ്ങളോട് പറയുകയാണ്. കേട്ടവരെല്ലാവരും ഈ ശിശു ആരായി തീരുമെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തു. ദൈവത്തിന്റെ കൈ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. പിശാചിന്റെ കയ്യിൽ നമ്മൾ നഷ്ടപ്പെട്ടു തന്നെ നമുക്ക് തിരികെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കുമെന്ന് പറഞ്ഞ ആ വചനം അന്വർത്ഥമാക്കണമെങ്കിൽ നമ്മുടെ ഗർഭം മുതൽ നമ്മളെ അപഹരിക്കാൻ ശ്രമിച്ച പിശാചിന്റെ അനേക ആക്രമണങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. സ്വയാശ്രയത്തിൽ നമ്മുടെ പ്രാണൻ പാതാളത്തിൽ പോയിട്ടുണ്ട്. പാതാളത്തിൽ പോയി അവന്റെ കയ്യിൽ നമ്മുടെ പ്രാണനെ വലിച്ചെടുക്കണം, പിടിച്ചെടുക്കണം. സമുദ്രത്തിലേക്ക് അവനെ വലിച്ചെറിയണം, അവനെ മയക്കിയിട്ട് തിരിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ 3 വിധത്തിൽ ബലാത്കാരം ചെയ്ത് ഭൂതങ്ങളിൽ നിന്ന് നമ്മുടെ പ്രാണക്കാൻ നമുക്ക് തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അവന്റെ തല ചതച്ചാൽ ആ തലചതയ്ക്കപ്പെടുന്ന പിശാചിന്റെ ഉള്ളിൽ നിന്ന് പ്രാണനെ നമുക്ക് തിരിയെടുക്കാൻ സാധിക്കും. ചില വലിയ ഭൂതങ്ങളെ മയക്കിയിടേണ്ടി വരും. മയക്കിയിട്ടതിന് ശേഷം നമുക്ക് കുത്തി വലിച്ചെടുക്കാൻ സാധിക്കും. സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം അവിടുന്ന് പമ്പ് ചെയ്ത ആ പ്രാണനെ തിരിച്ചെടുത്ത് കർത്താവിന് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ 3 വിധത്തിൽ ബലാത്കാരം ചെയ്താൽ മാത്രമേ ഈ കള്ളൻ കൊണ്ടുപോയതെല്ലാം തിരിച്ചെടുക്കാനൊക്കെ ഉള്ളൂ. അതിനുള്ള ശക്തി ദൈവം നമുക്ക് തരും. കർത്താവിന്റെ മുഖം വരച്ചുകൊണ്ട് പോകാമെങ്കിൽ അവനെ ചവിട്ടണത്തേക്കായിരിക്കും കർത്താവ് യാത്ര ചെയ്തത്. അങ്ങനെ ബിക്കാനീർ എന്ന് പറയുന്ന സ്ഥലത്ത് പാകിസ്ഥാൻ ബോർഡറിന്റെ അടുത്ത് രാജസ്ഥാൻ മരുഭൂമിയിലൂടെ കഷാനുവാഴ്ച നടത്താനായിട്ട് പോയപ്പോൾ അവിടെ വെച്ച് കർത്താവ് തന്ന സന്ദേശമാണ്, ഈ മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ ഈ മരുഭൂമിയിൽ പ്രാണനെ അപഹരിച്ച് നടക്കുന്ന അനേക ഭൂതങ്ങളെ ചവിട്ടി മതിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചതിന്റെ മധുരസ്മരണകളിൽ നിന്നും അയവിറക്കുകയാണ്. അപ്പം കർത്താവിന്റെ മുഖം ഏറ്റുകൊണ്ട് നമ്മൾ പോകുമ്പോൾ മരുഭൂമിയുടെ അനുഭവങ്ങൾ വരും, ഒറ്റപ്പെട്ട അനുഭവം വരും, അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ വരും, വരൾച്ചയുടെയും തകർച്ചയുടെ അനുഭവങ്ങൾ വരുമ്പോഴൊക്കെയും നമുക്ക് നമ്മുടെ കാൽച്ചോട്ടിൽ നമ്മുടെ പ്രാണനെ അപഹരിച്ച് പിശാചിനെ കൊണ്ടുതന്നെ ചവിട്ടിക്കൊള്ളാൻ പറയും. കർത്താവ് നമ്മളെ മുഖം വെച്ച് നമ്മൾ ഇവിടെ ചവിട്ടിക്കോ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞാൽ ചിലതിനെ വലിച്ചെറിഞ്ഞോളാൻ പറയും. സമുദ്രത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിന് പമ്പ് ചെയ്ത് പ്രാണൻ തിരിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. ചിലതിനെ മയക്കിയെടുക്കുന്ന സംവിധാനമുണ്ട്. ഈ ചവിട്ടിയും മയക്കിയും സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞും നമ്മുടെ പ്രാണനും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാണൻ അപഹരിച്ച ആ തിന്മയുടെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ചെടുത്ത് അതിനെ കർത്താവിലേക്ക് കൊടുത്താൽ കർത്താവ് അതിനെ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ച് വളർത്തി കർത്താവിന്റെ മണവാട്ടിയുടെ ഭാഗമാക്കും എന്നുള്ള രൂപിക്കുന്നു. ഇങ്ങനെ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുന്ന ബലാത്കാരികളാകാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വല്ലവരുടെയും ബലാത്കാരം ചെയ്യരുത്, നമ്മുടേത് മാത്രമേ ബലാത്കാരം ചെയ്യാവൂ. നമ്മുടെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ വീട് അവിടെ ഇത് എന്റേതാണ് നിന്റേതല്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ പിടിച്ചെടുക്കാനുള്ള തൻ്റെ ഇടം വേണം. ആ തൻ്റെ ഇടം വീണ്ടും അവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി നമ്മളെയും നമ്മുടെ പൂർവ്വരെയും ബലപ്പെടുത്തുന്ന ധൂപപ്രാർത്ഥന നടത്തുകയാണ്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. മക്കളിൽ